ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വന്ദനയുടെ വീടാണ്. രാവിലെ തന്നെ പ്രകാശൻ ഒരുങ്ങി പോകുന്നത് കാണുമ്പോൾ സുചിത്ര ചോദിക്കുകയാണ്, ഞായറാഴ്ചയായിട്ട് തന്നെ നിങ്ങൾ രാവിലെ എങ്ങോട്ടേക്ക് പോകുന്നു? ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതേ പുറത്തെങ്ങാനും പോയിരിക്കുന്നതാ. അതുകൊണ്ടേ ഞാൻ പോവുകയാണ്. ഇവിടുത്തെ കഞ്ഞിയും പച്ചമുളകും കഴിച്ച് ഞാൻ മടുത്തെന്ന് പ്രകാശൻ പറയുമ്പോൾ ഇത് കേട്ട് ചിരിക്കുകയാണ് സുചിത്ര. നിനക്കൊക്കെ ഇത് ശീലമായിരിക്കും, പക്ഷേ എനിക്കിതൊന്നും ശീലമല്ല. ഇത് കേൾക്കുന്ന സുചിത്ര പറയുകയാണ്, ഞാൻ കരുതിയത് നിങ്ങളുടെ മകനും ഭാര്യയും കഞ്ഞി കുടിക്കുന്നത് കണ്ടിട്ട് നിങ്ങളും ഞങ്ങൾക്ക് ഹോട്ടൽ ഭക്ഷണം വാങ്ങിത്തരുമെന്നാ. എന്നാൽ അതൊന്നും നടക്കാനേ പോകുന്നില്ലെന്ന് എനിക്ക് ഇന്നത്തോടെ മനസ്സിലായി. അതേസമയം അങ്ങോട്ടേക്ക് ചന്ദ്രിക വരികയാണ്. അങ്ങനെയൊക്കെ ചെയ്താൽ ചിലവ് കൂടുമല്ലോ, അതുകൊണ്ട് അവൻ അങ്ങനെയൊന്നും എന്താണെങ്കിലും ചെയ്യില്ല. ഇങ്ങനെയുള്ള മക്കൾ ഉണ്ടായതുകൊണ്ടാ ഇപ്പോ വൃദ്ധസദനങ്ങൾ കൂടുന്നത്. നിന്റെ മകനും വളർന്നു വലുതാകുമ്പോൾ നേരെ നിന്നോട് ഇങ്ങനെ കാണിച്ചാലേ നിനക്ക് ഞങ്ങൾ അനുഭവിക്കുന്ന വേദന മനസ്സിലാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രിക അകത്തേക്ക് പോകുമ്പോൾ പ്രകാശനും ദേഷ്യത്തോടെ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പ്രകാശൻ ഇറങ്ങാൻ നേരമാണ് ജഗൻ അങ്ങോട്ടേക്ക് വരുന്നത്. ജഗൻ പ്രകാശിന്റെ അടുത്തേക്ക് എന്ന് പറയുകയാണ്, എൻ്റെ അച്ഛമ്മ ഹരിതയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ബിരിയാണി പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഞാനേ അതും കൊണ്ട് വന്നതാ. അല്ല, സാധാരണ ഞായറാഴ്ച പാർട്ടിക്കാര് സമ്മേളനവും ജാഥയുമായിട്ടൊക്കെ ആണല്ലോ നടക്കാറ് എന്ന് പ്രകാശൻ ചോദിക്കുമ്പോൾ, അത് പിന്നെ അച്ഛമ്മ അത്രയും നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ വന്നത്. ഇനി ഞാനിവിടുത്തെ സ്ഥിരം സന്ദർശകനായിരിക്കുമെന്നും ജഗൻ പറയുമ്പോൾ പ്രകാശൻ മനസ്സിൽ പറയുകയാണ്, ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ചാൽ പൈസ ചിലവാകും. ഇതാകുമ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ പൈസ ലാഭിക്കാം. എന്താണെങ്കിലും വീട്ടിലൊരു അതിഥി വരുമ്പോൾ ഇറങ്ങിപ്പോകുന്നത് മോശമല്ലേ? ഞാനും വരാം. ജഗൻ ഫുഡ് എടുത്തുകൊണ്ട് വരാനായി പ്രകാശൻ പറയുന്നു. തുടർന്ന് പ്രകാശൻ ജഗനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. എല്ലാവർക്കും ജഗനെ കാണുമ്പോൾ സന്തോഷമാകുന്നു. എന്നാൽ വന്ദന മാത്രം ദേഷ്യത്തോടെ നിൽക്കുകയാണ്. വർഷയുടെ കല്യാണത്തോടെ ജഗന് ഞങ്ങളോടുള്ള പിണക്കമെല്ലാം മാറിയല്ലേ എന്ന് സുചിത്ര ചോദിക്കുമ്പോൾ, എനിക്കിപ്പോൾ ഇവിടെ ആരോടും ശത്രുതയൊന്നുമില്ലെന്നും തികഞ്ഞ സൗഹൃദം മാത്രമേ ഉള്ളെന്നും ജഗൻ പറയുന്നു. എങ്കിൽ ഞാൻ എന്നാൽ ഇറങ്ങട്ടെ എന്ന് ജഗൻ പറയുമ്പോൾ, ആഹാരം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് എല്ലാവരും പറയുന്നു. എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ, ഞാൻ ആദ്യം ദിയമോളെ കണ്ടിട്ട് വരാം. ദിയമോൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്നത് ഞാനാണ്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാവുകയാണ്. മോന് അതൊക്കെ അറിയാമോ എന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ, ഡോക്ടർ കാർത്തിക മാധവിന്റെ ക്ലിനിക്കിൽ എല്ലാവർക്കും ഫിസിയോതെറാപ്പി ചെയ്യുന്നത് ഞാൻ തന്നെയാ. ദിയമോളുടെ തെറാപ്പിയും ഞാനാ ചെയ്യുന്നത്. വന്ദന നിങ്ങളോട് ആരോടും ഒന്നും പറഞ്ഞില്ലേ എന്ന് ജഗൻ ചോദിക്കുന്നു. അവള് നല്ല കാര്യമൊന്നും പറയില്ലല്ലോ എന്ന് പ്രകാശൻ പറയുന്നു. ഞാൻ ദിയമോളെ കാണുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ജഗൻ ചോദിക്കുമ്പോൾ, ഡോക്ടറിന് എപ്പോൾ വേണമെങ്കിലും പേഷ്യന്റിനെ കാണാമല്ലോ എന്ന് പ്രകാശൻ പറയുന്നു. ഞാൻ എന്താണെങ്കിലും ദിയമോളെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ജഗൻ ചന്ദ്രികയുടെ കൂടെ അകത്തേക്ക് പോവുകയാണ്. അതേസമയം ദിയമോളോട് എഴുന്നേൽക്കാൻ പറയുകയായിരുന്നു വന്ദന. ഞാൻ അല്പനേരം കഴിഞ്ഞ് എഴുന്നേക്കാമെന്ന് ദിയമോള് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതേസമയം ജഗൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ ചാടി എഴുന്നേൽക്കുകയാണ് ദിയമോള്. ഇപ്പൊ നിന്റെ ക്ഷീണമെല്ലാം മാറിയോ എന്ന് വന്ദന ചോദിക്കുന്നു. അത് പിന്നെ ജഗൻ അങ്കിളിനെ കണ്ടപ്പോൾ എന്റെ ക്ഷീണമെല്ലാം മാറി. അതെ, ഫിസിയോതെറാപ്പിയുടെ കൂടെ ബ്രെയിനും കൂടി ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കണം. നമുക്ക് ചെസ് കളിച്ചാലോ എന്ന് ജഗൻ ചോദിക്കുമ്പോൾ, ഞാനും ദിയമോളും കൂടി കളിച്ചോളാമെന്നും ജഗന് തിരക്കൊക്കെയുള്ള ആളല്ലേ, പൊക്കോളാനായിട്ട് വന്ദന പറയുന്നു. ഇത് കേൾക്കുന്ന ജഗൻ പറയുകയാണ്, അത് പിന്നെ അച്ഛൻ പറയാറുണ്ട് വീട്ടിലെ സ്ത്രീകൾ ചെസ് കളിക്കാൻ പാടില്ലെന്ന്. അയ്യോ, കുറുപ്പ് മാഷ് അങ്ങനെ പറഞ്ഞെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണും. ഞാൻ പോയി ചെസ് ബോർഡ് എടുത്തിട്ട് വരാം. ജഗനും ദിയമോളും കൂടി കളിച്ചാൽ മതിയെന്ന് ചന്ദ്രിക പറയുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് വന്ദന. ഞാൻ എന്താണെങ്കിലും അങ്കിളിനെ തോപ്പിക്കും, ഞാനേ ജയിക്കുമെന്ന് ദിയമോള് പറയുമ്പോൾ, അങ്കിൾ എപ്പോഴേ ജയിച്ചു കഴിഞ്ഞെന്ന് ജഗൻ വന്ദനയെ നോക്കിക്കൊണ്ട് പറയുന്നു. ഇത് കേൾക്കുന്ന വന്ദന ദേഷ്യത്തോടെ ജഗനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.